എന്തിനാ ഭാരപ്പെടുന്നേ? എന്തിനാ ആകുലപ്പെടുന്നേ? നീതിമാൻ കുലുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, എന്തിനാ ഇത്ര ആകുലത? എന്തിനാ ഭാരപ്പെടുന്നേ? നീ നീതിമാനാണോ? നീ കുലുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. എല്ലാവർക്കും നല്ലൊരു പ്രഭാത വന്ദനം ഞാൻ ആശംസിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ മുൻപിൽ കടന്നു വരുവാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശങ്ങളെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്ന് കേൾക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഒത്തിരി കോളുകൾ, ഒത്തിരി മെസ്സേജുകൾ, ഒത്തിരി സാക്ഷ്യങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈ പ്രഭാതത്തിലും അങ്ങനെ അനേക സാക്ഷ്യങ്ങൾ എഴുന്നേറ്റ് വരത്തക്ക നിലവാരത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ദൈവം തന്നൊരു ചെറിയ സന്ദേശം നിങ്ങളോട് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 55-ാം സങ്കീർത്തനം അതിൻ്റെ 22-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കയില്ല. എന്തിനാ ആകുലത? എന്തിനാ ഇത്ര ഭാരം? ഇത്ര വലിയ ദൈവം നമ്മോട് കൂടെയുള്ളപ്പോൾ, ഇതുവരെയും നടത്തിയ ദൈവം നമ്മോട് കൂടെയുള്ളപ്പോൾ എന്തിനാ ഇത്ര ഭാരപ്പെടുന്നു? ആരോടൊക്കെ ദൈവാത്മാവ് ഈ പകൽക്കാലം സംസാരിക്കുക. ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചു കൂട്ടുക. ഏതൊക്കെ റൂമിനകത്ത്, ഏതൊക്കെ സാഹചര്യങ്ങൾക്കകത്തിരുന്ന് ചിന്തിച്ചു കൂട്ടുക. എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോകുമോ? എൻ്റെ കുടുംബം ഇങ്ങനെ ആയിപ്പോകുമോ? എൻ്റെ തലമുറകൾ ഇങ്ങനെ ആയിപ്പോകുമോ? ഞാൻ ഇങ്ങനെ തകർന്നു പോകുമോ? എൻ്റെ സാഹചര്യം ഇങ്ങനെ ആയിപ്പോകുമോ എന്നൊക്കെ ചിന്തിച്ച് കൂട്ടുന്ന ആരൊക്കെ ഈ ശബ്ദം കേൾക്കുന്നു. സ്നേഹിത, ഭാരപ്പെടണ്ട. നിൻ്റെ ഭാരം എത്ര വലുതാണെങ്കിലും, എത്ര വലിയ ഭാരമാണ്, ഒരുപക്ഷെ ഒരു പാസ്റ്റർക്കും നിൻ്റെ ഭാരത്തിന് മറുപടി തരാൻ കഴിയാത്ത അത്രയും വലിയ ഭാരമാണേലും, അർത്ഥം ഒരു മനുഷ്യനാൽ പരിഹരിക്കാൻ കഴിയാത്ത വിഷയമാണേലും. ഞാനെപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾക്കൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങൾക്കൊരു പരിധിയുണ്ട്. നിങ്ങൾക്കൊരു പക്ഷെ നിങ്ങളുടെ ഭാരം കേട്ടിരിക്കാൻ കഴിഞ്ഞേക്കാം, നിങ്ങൾക്കൊരു വാക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷെ ആ പ്രാർത്ഥനയുടെ പിന്നിൽ ചലിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് നമുക്ക് മറുപടി തരുന്നത്. അതെനിക്കായാലും നിങ്ങൾക്കായാലും ആ പൂർണ്ണ ബോധ്യം നമുക്ക് വേണം. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒന്നുമല്ല പ്രിയരെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ. നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്ത മേഖലകൾക്കകത്തും ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടും. ഭാരപ്പെട്ട്, ആകുലപ്പെട്ട്, ജീവിതം മടുത്ത് ഏതൊക്കെ ശബ്ദങ്ങൾ, ഏതൊക്കെ വ്യക്തി ജീവിതങ്ങൾ ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കണം. ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. ആരെല്ലാം നിനക്കെതിരെ തിരിഞ്ഞാൽ, എത്ര വ്യക്തികൾ, എത്ര ശക്തികൾ, എത്ര ശക്തിയുള്ള ബലമുള്ള, എത്ര പണമുള്ള, എത്ര പദവിയുള്ള, രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തികൾ നിനക്കെതിരെ നിന്നാലും, നിന്നെ ഭാരപ്പെടുത്തിയാൽ, നിൻ്റെ ഭാരം ദൈവസന്നിധി വയ്ക്ക്, അവൻ നിന്നെ പുലർത്തും. ഒരു ദൂതും കൂടെ ഞാൻ പറയട്ടെ, നീ കുലുങ്ങിപ്പോകാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. നിന്നെ കുലുക്കിക്കളയാൻ ആർക്കും കഴിയില്ല കേട്ടോ. നിന്നെ ഒന്ന് പറിച്ചു കളയാൻ, നിന്നെ മുടിച്ചു കളയാൻ ആർക്കും കഴിയില്ല. നീ കുലുങ്ങത്തില്ല പ്രിയരെ. ദാവീദിനെ പറ്റി ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്. 2 ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങളിലാണ് കാണാൻ കഴിയുന്ന ഒരു പദമുണ്ട്. ഞാൻ അവനെ സ്വന്തം ദേശത്ത് ഇളകാതെ നട്ടു എന്ന് പറഞ്ഞാൽ, ഇളക്കിക്കളയാൻ പലരും പരിശ്രമിച്ചു, പലരും പദ്ധതി ഒരുക്കി, സ്വന്തം കൂടാരത്തിനകത്തുനിന്ന് പോലും ഇളകിക്കളയാൻ എതിരെ. പക്ഷേ അവനെ ഞാൻ ഇളക്കാത്ത വൃക്ഷം പോലെ നട്ടു. ഇളകാത്ത വൃക്ഷം പോലെ നട്ടു. ദൈവം നട്ടവനെ ഒരിക്കലും ഇളക്കാൻ കഴിയില്ല.
ദൈവം ഉറപ്പിച്ചവനെ ആർക്കും കുലുക്കാൻ കഴിയില്ല. ദൈവം തുറന്ന വാതിലിനെ ആർക്കും അടയ്ക്കാൻ കഴിയില്ല. ഈ പകൽക്കാലം വിശ്വസിക്കുക, ദൈവം നിന്നെ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും കുലുക്കാൻ കഴിയില്ലെന്ന്, ഒരു ഭാരത്തിനും കഴിയത്തില്ലെന്ന്. നിന്റെ തല പോകുമോ എന്ന് പോലും ആമെ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് പോലും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ കുലുങ്ങില്ല. വചനം ഇപ്രകാരം പറയുന്നു, പ്രിയരെ, ഒരു ഭക്തനായ മനുഷ്യൻ, ഒരു രാജകൊട്ടാരത്തിലെ കാവൽക്കാരൻ. ആ ഭക്തൻ്റെ പേര് തന്നെ മൊർദെഖായി എന്നാണ്. ഒരായുസ് മുഴുവൻ എബ്രായനായി നീതിയോടെ ജീവിച്ച മനുഷ്യൻ, കറ തീർത്തൊരു ദൈവഭക്തൻ, നന്മ ചെയ്യുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നന്മ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കൂടാരത്തിനകത്ത് ഒരു അനാഥ പെൺകുട്ടിയുണ്ട്. അനാഥ പെൺകുട്ടി എല്ലാവരും ഉപേക്ഷിച്ചപ്പോഴും ആ പെൺകുട്ടിക്ക് ചേർത്ത് പിടിച്ചു നന്മ ചെയ്തവൻ, ഒരു ജീവിതം ഒരുക്കി കൊടുത്തവൻ, നല്ല ഭാവിക്ക് വേണ്ടി കരുതിയവൻ, ഭക്തനായൊരു മനുഷ്യൻ, ഒരു നീതിമാനായ മനുഷ്യൻ. മൊർദെഖായിയുടെ മുൻപിൽ വലിയൊരു പ്രതിസന്ധി വെളിപ്പെടുകയാണ്. ഹാമാൻ എന്ന് പറയുന്ന രാജകൊട്ടാരത്തിലെ മന്ത്രി, ശക്തൻ, രാജാവോളം അധികാരമുള്ളവൻ, രാജാവിൻ്റെ വലം കൈ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവൻ മൊർദെഖായിയെ തകർത്ത് കളയാൻ കൂടാരത്തിനകത്ത് ഒരു കഴുകുമരം ഒരുക്കുക. 50 മുഴം ഉയരമുള്ള വലിപ്പമുള്ള കഴുകുമരം ഒരുക്കി അട്ടഹസിച്ചാർത്ത് ചിരിക്കുമ്പോൾ ഹാമാൻ്റെ ഭാര്യ അടുത്തെന്ന് പറയുന്നൊരു പദമുണ്ട്. കഴിയുമെങ്കിൽ ആ ദൂത് പിടിക്കണം കേട്ടോ. അവൻ എബ്രായനാണെങ്കിൽ നീ അവനെ ജയിക്കുകയില്ല. ഈ പകൽക്കാലം നിനക്കെതിരെ എത്ര രഹസ്യ അജണ്ടകളിട്ടാലും, കാണുന്ന മണ്ഡലത്തിലും കാണാത്ത രഹസ്യ മണ്ഡലങ്ങൾ നിന്നെ തകർത്ത് കളയാൻ എത്ര വലിയ കഴുകുമരം ഒരുക്കിയാലും, ഒരു ദൂത് ഞാൻ പറയാം, ദൈവ പൈതലാണെങ്കിൽ നിന്നെ തകർക്കാൻ ആർക്കും കഴിയില്ല. നിൻ്റെ പക്ഷത്ത് ദൈവമുണ്ടെങ്കിൽ ദൈവം ഉറപ്പിച്ച നിന്നെ കുലുക്കി തകർത്ത് കളയാം. ആർക്കും കഴിയില്ല, ആർക്കും കഴിയില്ലെന്ന് വിശ്വസിക്കുക പ്രിയരെ. നീ കുലുങ്ങിപ്പോകാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ദൈവം ഉറപ്പിച്ചതല്ലേ. എബ്രായനാണെങ്കിൽ അവനെ തകർക്കാൻ നിനക്ക് കഴിയില്ലെന്ന് ഹാമാൻ്റെ ഭാര്യ തന്നെ പറയുക. ഞാൻ പറയുക, ഇന്ന് പകൽ ശത്രുക്കൾ പോലും, ശത്രുവിൻ്റെ നാവ് കൊണ്ടുപോലും പറയും നിന്നെ തകർക്കാൻ കഴിയില്ല. അവൻ്റെ പക്ഷത്ത് ആരോ ഉണ്ട്, അവനെ സഹായിക്കാൻ ആരോ ഉണ്ട്. അപ്പോൾ നീ ധൈര്യത്തോടെ ഈ പ്രഭാതത്തിൽ പറയുന്നത്, എൻ്റെ പക്ഷത്തുള്ളത് എൻ്റെ ദൈവമാ. ദൈവം എഴുന്നേറ്റാൽ ശത്രുക്കൾ ചിതറിപ്പോകും. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ആരാ എന്നെ കുലുക്കി കളയുന്നേ? ആരാ എന്നെ തകർത്ത് കളയുന്നേ? ആരാ എന്നെ തീർത്ത് കളയുന്നേ? ആർക്കും കഴിയില്ല. ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. കാരണം എൻ്റെ പക്ഷത്ത് എൻ്റെ ദൈവമുണ്ട്. ദൈവം എന്നെ പുലർത്തും. കഴുകുമരം ഒരുക്കി അട്ടഹസിക്കുമ്പോൾ ഭാര്യ പറയുക, അവനെ തകർക്കാൻ കഴിയില്ല. ആരൊക്കെ അട്ടഹസിക്കുന്നുണ്ട്, ആരൊക്കെ നിന്നെ തകർക്കാൻ രഹസ്യ അജണ്ടകൾ ഒരുക്കും. നീ തകർന്നു പോകില്ല. വിശ്വസിക്കുക. നിൻ്റെ തലമുറയുടെ ഭാവി, നിൻ്റെ കുടുംബജീവിതം, നിൻ്റെ ബിസിനസ്, നിൻ്റെ നന്മ തകർന്നു പോകില്ല. നിൻ്റെ മിനിസ്റ്റർ തകരില്ല. ദൈവദാസനെ ഉറപ്പോടെ ഞാൻ പറയാം, നിൻ്റെ കുടുംബം നശിച്ചു പോകത്തില്ല. ദൈവം നിൻ്റെ കൂടെയുണ്ട്. വിശ്വസിക്കാൻ തൻ്റെ ഇടം ഉണ്ടോ? ദൈവത്തോട് പറ, ദൈവമേ, എൻ്റെ ഭാരം ഞാൻ നിൻ്റെ മേൽ വയ്ക്കുക. ഞാൻ തകരത്തില്ല. ഞാൻ നിന്നിലാണ് ആശ്രയിക്കുന്നത്. നീയാണ് എന്നെ പുലർത്തുന്നത്. നീയാണ് എന്നെ സഹായിക്കുന്നത്. നീയാണ് എനിക്ക് വേണ്ടി കരുതുന്നത്. അങ്ങ് കരുതുന്ന എന്നെ തകർക്കാൻ ആർക്കും കഴിയില്ല. ഹാമാൻ കഴുകുമരം ഒരുക്കി രാജകൊട്ടാരത്തിൽ അഹശ്വേരോശ് രാജാവിൻ്റെ അടുക്കൽ അനുവാദം വാങ്ങാൻ വേണ്ടി വരുന്നതിന് മുമ്പ് ആത്മാവിൽ ഞാൻ പറയാം, മൊർദെഖായിക്കെതിരെ ഹാമാന് കഴുകുമരം ഒരുക്കാനേ കഴിയൂ. ആ കഴുകുമരത്തിൽ ആരെ തൂക്കണമെന്നുള്ളത് നിർണയിക്കുന്നത് ദൈവമാണ്. അർത്ഥം, ശത്രുവിന് നിനക്കെതിരെ ആയുധമുണ്ടാക്കാനേ കഴിയൂ. ആ ആയുധം ആരമേൽ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് എൻ്റെ ദൈവമാണെങ്കിൽ, ഈ പകൽക്കാലം ശത്രുക്കൾ ഉണ്ടാക്കിയ ചില ആയുധങ്ങൾ നിർജീവമാക മാത്രമല്ല, അതേ ആയുധത്തിനകത്ത് ഹാമാനെ തകർക്കുന്നൊരു ദൈവത്തിൻ്റെ പ്രവൃത്തി നിൻ്റെ കൂടാരത്തിൽ വെളിപ്പെടും. സ്നേഹിത, ശത്രു ഒരുക്കിയ ആയുധങ്ങൾക്കകത്ത് ശത്രുവിനെ തന്നെ തകർത്തു കളയുന്നൊരു ദൈവത്തിൻ്റെ കരമുണ്ട് കേട്ടോ. ഹാമാനെ, നീ മൊർദെഖായിക്കെതിരെ കഴുകുമരം ഒരുക്കാം, പക്ഷേ അവനെതിരെ
നിനക്കൊരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയില്ല. കാരണം നീ ഒഴുക്കിയ കഴുകുമരത്തിനകത്ത് ആരെ തൂക്കണമെന്ന് നിശ്ചയിക്കുന്നത് ഞാനാണ്. ശത്രു നിനക്കെതിരെ ഒരുക്കിയ പദ്ധതികൾ ഒരുക്കാനേ കഴിയും. എന്തു സംഭവിക്കണമെന്നുള്ളത് അവസാനത്തെ തീരുമാനം ദൈവത്തിൻ്റെതാണെങ്കിൽ, അന്തിമ തീരുമാനം ദൈവത്തിൻ്റെതാണെങ്കിൽ ഈ പകൽ വിശ്വസിക്കുക. ഹാമാൻ കഴുകുമരം ഒരുക്കുന്നതിന് മുമ്പ് മറുപടി എസ്തേറിനെ ദൈവം കൊട്ടാരത്തിനകത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഈ പകൽക്കാലം നിൻ്റെ മുൻപിൽ പ്രതിസന്ധി വെളിപ്പെടുന്നതിന് മുമ്പ് ഒരു പരിഹാരം ദൈവം ഒരുക്കിയിട്ടാണ് നിൻ്റെ മുമ്പിൽ പ്രതിസന്ധി വന്നത്. ചില ഹാമാൻ നിനക്കെതിരെ വന്നപ്പോൾ മൊർദെഖായേ, നീ കുലുങ്ങണ്ട, നീ ഭയപ്പെടണ്ട, നീ ആശ്ചര്യപ്പെടേണ്ട. ആമേൻ. നിനക്ക് വേണ്ടിയുള്ള കരുതൽ അഹശ്വേരോശിൻ്റെ കൊട്ടാരത്തിൽ ഞാൻ എത്തിയിട്ടുണ്ട്. അതിനുള്ള മറുപടി ഞാൻ കൊട്ടാരത്തിനകത്ത് കയറ്റിയിട്ട കുഞ്ഞെ നിൻ്റെ മുമ്പിൽ പ്രതിസന്ധി വന്നത്. ഈ പകൽക്കാലം ആത്മാവിൽ ആരോടൊക്കെ ദൂത് കൈമാറുകയാണ്. ഞാൻ നിനക്ക് വേണ്ടിയുള്ളത് കരുതിയിട്ട ചില പ്രതികൂലങ്ങൾ നിൻ്റെ മേൽ വെളിപ്പെട്ടത്. റാംഷഖാരത് നിൻ്റെ കുടുംബത്തിന് നേരെ പ്രതിസന്ധി വെളിപ്പെട്ടത്. എൻ്റെ ദൈവം ചില മറുപടികളെ കരുതിയിട്ട ഭാരപ്പെടണ്ട. മൊർദെഖായ്ക്കെതിരെ ഹാമാൻ കഴുകുമരം ഒഴുക്കുന്നതിന് മുമ്പ് മൊർദെഖായ്ക്കുള്ള മറുപടിയായ എസ്തേർ രാജകൊട്ടാരത്തിൽ രാജ്ഞിവധത്തിലെത്തി. ഈ പകൽക്കാലം ആത്മാവിൽ ദൂത് കൈമാറാൻ, നിന്നെ കുലുക്കി കളയാൻ, നിന്നെ തീർത്ത് കളയാൻ. നീ പോകുന്നത് കണ്ടു നിൽക്കാൻ, നീ നിന്നെ തീർത്ത് കളയുക, മുച്ചൂടും മുടിച്ചു കളയാം. ശത്രു ഇട്ട രഹസ്യ അജണ്ടകളില്ലേ, ശത്രു ഒരിക്കൽ കഴുകുമരമില്ലേ, അവൻ ഒരുക്കാൻ പദ്ധതി ഒരുക്കുന്നതിന് മുമ്പ് ദൈവം അവൻ്റെ പദ്ധതിയെ മുന്നമേ അറിഞ്ഞ് എത്തിക്കേണ്ടടുത്ത് ദൈവത്തിൻ്റെ വിടുതൽ എത്തിച്ചിട്ടുണ്ട്. വിശ്വസിക്കുക കേട്ടോ. ഞാൻ ആത്മാവിൽ അതൂത് കൈമാറുമ്പോൾ വലിയ വിടുതലുകൾ, വലിയ ഡെലിവറൻസുകൾ എൻ്റെ കൂടാരത്തിനകത്ത് സംഭവിക്കാൻ പോവുക. ചില നിർജീവമായ സാത്താൻ്റെ അജണ്ടകളെ ദൈവം ചിലതിനെ നിർജീവമാക്കാൻ പോവുക. ത്രാംധാരകൾ, ആയുധങ്ങളെ നിർജീവമാക്കാൻ പോവുക. ഇത്രയുണ്ടായ ഒരായുധവും ഫലിക്കാതെ വണ്ണം നീതിമാൻ കുലുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞത്, ഇനി കുലുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. സ്വർഗീയ നല്ല കർത്താവേ, ഈ നിമിഷം എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ അവരെ ഭാരപ്പെടുന്ന എല്ലാ വിഷയങ്ങളും നീ ഹീൽ ചെയ്യണമേ. ദൈവം തന്നെ നീ പുലർത്തണം. അവർ കുലുങ്ങിപ്പോകുന്നത്, അവർ തകർന്നു പോകും, അവർ നശിച്ചു പോകുന്നത് കാണാൻ നോക്കി നിൽക്കുന്നവരുടെ മുൻപിൽ കുലുങ്ങാതെ വണ്ണം, പതറാതെ വണ്ണം ഒരു ക്രിസ്തീയ ജീവിതം ജയത്തോടെ നയിപ്പാൻ. ശത്രു ഉണ്ടാക്കിയ യാതൊരു ആയുധം ഫലിക്കാതെ വണ്ണം, ശത്രു ഒരുക്കിയ കഴുകുമരത്തിൽ അവനെ തന്നെ തൂക്കുന്നൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി ഈ നിമിഷം ദൈവിക ബ്ലെസ്സിങ്ങുകൾ ഈ കൂടാരത്തിനകത്ത് വെളിപ്പെടും. ഞാൻ ഈ ജനത്തെ ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയരെ, നീതിമാൻ കുലുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. വിശ്വസിക്കുക. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ ഉറപ്പായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. വിളിച്ചിട്ട് ലഭിച്ചില്ലെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യുക. ഇല്ല എങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുക. ഞങ്ങൾ ഉറപ്പായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഗോഡ് ബ്ലസ് യു. ഈ പകൽക്കാലം സന്ദേശം നിങ്ങൾക്ക് ലഭിച്ചതുപോലെ എല്ലാ പ്രഭാതത്തിലും ഞങ്ങളുടെ സന്ദേശം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, ഞങ്ങളുടെ ആരാധനകൾ ലൈവായി നിങ്ങൾക്ക് വാച്ച് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലസ് യു. ലെറ്റ് us start our journey with Holy Spirit. Amen. Amen. Amen.